വിശാലത 9 കഥകൾ ഇതിന്റെ സമാഹാരം ചലച്ചിത്ര ഭാഷയ്ക്കൂടെ ഞാൻ പുറത്തു വന്നിരിക്കുകയാണ്. ഈ കഥകളും കഥാപാത്രങ്ങളെയൊക്കെ നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളൂ, ചിലതിനെ കാണുകയൊക്കെ ഉണ്ടായി. എന്നാൽ ഇന്ന് ഈ കഥകൾക്ക് പുതിയ ഭാഷ നൽകി നമുക്ക് അത് അനുഭവിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിരിക്കുകയാണ്. അതൊരു വലിയ കാര്യമാണ്. ഇത്തരം കഥാപാത്രങ്ങളെ കഥകളെ ചലച്ചിത്രത്തിൽ ഈ ചെറിയ സമയം കൊണ്ടാക്കുക എന്നുള്ളത് ശ്രമകരമായ ഒരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഈ 9 കഥകളെ 8 സംവിധായകരാണ് സിനിമയിലേക്ക് കൊണ്ടുവരുന്നത്. അവരുടെ കർമ്മം വളരെ ഭംഗിയായി ചെയ്തിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് എം ടി സാറിന്റെ ഏതാണ്ട് 10-12 സിനിമകൾ അഭിനയിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഈ 47 വർഷത്തെ സിനിമാ ജീവിതത്തിലെ ആ യാത്രയിൽ ഞാൻ ചെയ്തിരിക്കുന്ന ഏറ്റവും മനോഹരമായ കഥാപാത്രങ്ങൾ തന്നെയാണ് ആ 10 കഥാപാത്രങ്ങൾ. അമൃത ഗംഗയുടെ അവസാനമുള്ള ഈ ഓണം തീരുമാനം അതിനെ ഞാൻ അദ്ദേഹത്തിനോട് നന്ദിയും കടപ്പാടും ഉള്ള ആളാണ്. ഒരു ആക്ടറിന്, ഒരു നടന് അത്തരം കഥാപാത്രങ്ങൾ കിട്ടുന്നത് ഒരു ഭാഗ്യമാണ്. ഓണവും തീരവും എന്ന ചിത്രം എനിക്ക് ഒരുപാട് കാരണങ്ങളുണ്ട് പ്രത്യേകതയുള്ളതാണ്. ഒന്ന്, എം ടി സാറിന് ഏറ്റവും ശക്തമായ തിരക്കഥയാണ്. 50 വർഷത്തിലേറെയായി ആ ചിത്രം നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. അന്ന് തന്നെ വളരെയധികം സംസാര വിഷയമായ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്ന ശ്രീ ടി എ മേനോൻ സാറാണ്. അതുപോലെ മദ്രാസുകളിലെ ഓൺലൈനുള്ള മലയാള സിനിമയിൽ പുറത്തേക്ക് ഔദ്യോഗിലേക്ക് കൊണ്ടുവന്ന ചിത്രം കൂടിയാണ് ഓണവും. മധുസാർ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ബിരുദമായ വ്യക്തിയാണ്. അപ്പൊ എം ടി സാറിന്റെ കഥാപാത്രം മധുസാർ അഭിനയിച്ചിരിക്കുന്നു. പി എം മേനോൻ സാർ എന്ന് പറയുന്ന അദ്ദേഹമാണ് എന്റെ മുഖം ആദ്യമായിട്ട് മലയാളികൾക്ക് പരിചയപ്പെടുത്തിയത്. അദ്ദേഹമാണ് വലിയ വ്യക്തിത്വങ്ങൾ എന്ന ചിത്രത്തിൽ ആദ്യമായിട്ട് എന്റെ മുഖം വലിച്ച് ആളുകളിലേക്ക് പ്രിയദർശനാണ് ആ ചിത്രം സംവിധാനം ചെയ്തത്. പ്രിയന്റെ 40-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. വളരെ വർഷത്തെ പരിചയമുണ്ട്. പ്രിയ സിനിമയിലേക്ക് വരാനുള്ള കാരണം തന്നെ എം ടി സാറിന്റെ കഥകളാണ്. അദ്ദേഹം ആദ്യമായി വായിച്ചു അവകാശപ്പെടുന്ന ഓണം തീരവും എന്ന ചിത്രത്തിന്റെ തിരക്കഥയാണ്. അന്ന് മുതൽ മനസ്സിൽ കൊണ്ട് നടന്ന ഒരാഗ്രഹമാണ് എം ടി സാറിന്റെ തിരക്കഥയിലൊരു ചലച്ചിത്രം നിർമ്മിക്കുക. ഒരുപാട് പ്രാവശ്യം ഞാൻ എം ടി സാറുമായിട്ട് ഇക്കാര്യം സംസാരിച്ചിട്ടുണ്ട്. പ്രിയനും ഞാനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പല കാരണങ്ങൾ കൊണ്ടത് മാറിപ്പോയി.